ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2025 കേരള PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സയൻസിൻ്റെ അങ്ങനെ 2025 മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 PSC ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കയറിയാൽ എല്ലാ PDF-ഉം എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. 2024 ലോകത്തിൽ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരമാണ് ലാഹോർ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന സംസ്ഥാനമാണ് 2025 ജനുവരി 19. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് K. അരവിന്ദാക്ഷന്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ്? കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരമാണ് മനു ഭാക്കർ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ എന്നിവ ശരിയായ ക്രമത്തിൽ എഴുതുക. ശ്യാമമാധവം എന്നുള്ളത് പ്രഭാവർമ്മയാണെന്ന് നമുക്കറിയാം. ഇതൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ശ്യാമമാധവം പ്രഭാവർമ്മയാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ആ ഓപ്ഷൻ തന്നെ വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷനുള്ള ഒറ്റ ആൻസറേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വർണ്ണരാജി ആരുടേതാണ്? M. ലീലാവതി. സഫലമി യാത്ര NN കക്കാട്. ശ്യാമമാധവം പ്രഭാവർമ്മ. മധുരം നിന്റെ ജീവിതം KP അപ്പൻ. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലിനാണ്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? കുവൈറ്റിൻ്റേതാണ്. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് A. ഷാജഹാൻ എന്നുള്ളതാണ്. അത് ഓപ്ഷനകത്തില്ലാത്തതുകൊണ്ട് ക്യാൻസലായി. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകമാണ് കളിത്തോണി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയാണ് എറണാകുളം ജില്ല. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്ന പരിപാടിയാണ് സർഗ വസന്തം. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പരാമർശിക്കുന്ന ഹാപ്പി സ്കൂൾ സങ്കല്പം ഏത് രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയോട് കടപ്പെട്ടിരിക്കുന്നു? ഫിൻലാൻഡ്. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം കിർത്താഡ്സ്. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകുന്ന വിഷയമേഖലകളേതെല്ലാം? ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് അഗതി രഹിത കേരളം. സംസ്ഥാന തലത്തിൽ 2021 മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്താണ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ MB രാജേഷ്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട